ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, അതായത് അടുത്ത 2 മണിക്കൂർ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഈ മൺതിട്ടയിൽ ലോറി അകപ്പെടാനുള്ള സാധ്യതകൾ കേന്ദ്രീകരിച്ചാണോ ഇപ്പോൾ ഈ പരിശോധനകൾ നടക്കുന്നത്? അതിന് കുറച്ചുകൂടി ആധുനികമായ ഏതെങ്കിലും കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ സൈന്യത്തിന്റെ മറ്റു ഭാഗത്ത് നിന്ന്? അത്യാധുനിക സംവിധാനങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളും ഇവിടെ എത്തിയിട്ടില്ല. എങ്ങനെയാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിൽ കരയിൽ നടത്തിയിരുന്നത് അതിന് സമാനമായ രീതിയിൽ നാവികസേനയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പുഴയിൽ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ പരിശോധന തുടരുന്നത്. എന്തായാലും ഈ കരയുടെ ഭാഗത്ത് പുഴ ചേരുന്ന, അതായത് ഈ മല അപ്പാടെ ഇടിഞ്ഞ് ഈ പുഴയിലേക്ക് പതിച്ച ഒരു പ്രദേശമുണ്ട്. ആ ഹോട്ടലൊക്കെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആ പ്രദേശത്ത് ഇത്തരത്തിൽ ലോറി ഉണ്ടാകുമെന്ന ഒരു നിഗമനത്തിലാണ് സൈന്യവും ഉള്ളത്. ഈ സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥരൊക്കെ ഈ പ്രദേശം ആകെ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും കരയിൽ ലോറി ഇല്ല. അപ്പോൾ പുഴയിൽ മാത്രമുള്ള തെരച്ചിലാണ് ഇനി വേണ്ടത്. പുഴയിൽ നിന്നാണ് ഇത്തരത്തിൽ ലോറി കണ്ടെത്തേണ്ടത്. ലോറി മാത്രമല്ല, ഈ അർജുൻ അതിന്റെ അകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തകർ കരുതുന്നത്. അത് മാത്രമല്ല, ഈ പ്രദേശവാസികളായ 2 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. ഒരു സ്ത്രീയുടെ മൃതദേഹം ഇന്ന് രാവിലെ കിട്ടി. 6 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ അഴുകിയ നിലയിൽ ഈ സ്ത്രീയുടെ മൃതദേഹം കിട്ടിയത്. ഈ ചായക്കടയിലൂടെ ഒരു ടാങ്കർ ലോറി നിർത്തി ചായക്കടയിലേക്ക് വന്ന ഇയാളുടെ കണ്ടെത്താനുണ്ട്. അത്തരത്തിൽ 2 പേരും ഇനിയും ഈ പുഴയുടെ അടിയിലോ ഈ മണ്ണിനടിയിലോ പൂണ്ട് ഇത്തരത്തിൽ ഉണ്ടാകും. അർജുനൊപ്പം തന്നെ അവരെ എല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഇപ്പോൾ സംഘടിച്ച് ഇവിടേക്ക് എത്തുന്നത്. പ്രതിഷേധമുണ്ട്, ശക്തമായ പ്രതിഷേധമുണ്ട്. ഈ തെരച്ചിൽ വൈകിയതിന് 8 ദിവസമായിട്ടും ഇത് യാതൊരു വിധ തുമ്പും കിട്ടുന്നില്ല. എവിടെയാണെന്ന് ഈ ലോറി പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. എന്തായാലും തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷെ അത്യാധുനിക സംവിധാനങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. അത്തരം സംവിധാനങ്ങൾ വേണം എന്ന ആവശ്യം തന്നെയാണ് ഇപ്പോഴും ഉയരുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും അർജുന്റെ ലോറി ശിരൂരിലെ അപകട സ്ഥലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ കർണാടക പോലീസിന് ലഭിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളാണ്. കന്യാകുമാരി പനവേൽ ദേശീയപാത 66-ൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ശിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിൽപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ 8:30-ക്കായിരുന്നു ഈ അപകടം. ഇതിന് ദൃശ്യങ്ങൾ ലഭിച്ചതായി, ഈ ലോറിയുടെ ദൃശ്യങ്ങൾ, അതായത് പമ്പിന്റെ സമീപത്ത് കൂടി ഈ ലോറി കടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായി കാർവാർ SP M നാരായണ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. അർജുൻ സഞ്ചരിച്ച ലോറി അപകട സ്ഥലത്തേക്ക് എത്തിയോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് പോലീസ് ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചത്, പരിശോധിച്ചത്. അർജുൻ അപകട സ്ഥലത്തേക്ക് പോയോ എന്ന് ഉറപ്പാക്കാനായി ദേശീയപാതയിലെ വിവിധങ്ങളായ നിരവധി CCTVകൾ പോലീസ് പരിശോധിച്ചു വന്നിരുന്നു. ഇതിലെ ദൃശ്യങ്ങളാണ് പോലീസിന് ഇപ്പോൾ കൃത്യമായി തന്നെ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. വ്യത്യസ്ത സമയങ്ങളിൽ ഈ പ്രദേശത്തേക്ക് അർജുൻ ലോറി ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഭവ സ്ഥലത്തിന് ശേഷമുള്ള, അതായത് സംഭവ സ്ഥലം കഴിഞ്ഞുള്ള CCTVകളിൽ ഈ ദൃശ്യങ്ങൾ, ലോറിയുടെ ദൃശ്യങ്ങൾ പതിയാത്തത് തന്നെയാണ് ഇവിടെ വെച്ച് തന്നെ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിൽ ഉറപ്പിക്കുന്നത്. ഇതിലൂടെയാണ് മണ്ണിടിച്ചിലിൽ അർജുൻ കുടുങ്ങിയിട്ടുണ്ട് എന്ന കാര്യം പോലീസ് ഉറപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത, നേരത്തെ ബൈജു ഒക്കെ കഴിഞ്ഞ 2-3 ദിവസമായി റിപ്പോർട്ട് ചെയ്തതുപോലെ ഇവിടെ ലോറി ഡ്രൈവർമാർ വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇവിടം. ഇവിടെ നിർത്തിയപ്പോഴാണ് അപകടം ഉണ്ടായത്. അപ്പോഴാണ് വളരെ പെട്ടെന്ന് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഈ ഗംഗാവാൽ നദിയിൽ നിന്ന് 40 മീറ്റർ മാറി 8 മീറ്റർ ആഴത്തിൽ ഇന്ന് രാവിലെ ലഭിച്ച ഒരു സിഗ്നലാണ് ഇപ്പോൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഈ ഭാഗത്താണ് ഇപ്പോൾ നാവികസേനയുടെ തെരച്ചിൽ പുരോഗമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ മണ്ണിടിച്ചിലായിരുന്നു. ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് നദികളിൽ തുടർച്ചയായി മൺതിട്ടകൾ രൂപപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. വലിയ ആഴമുള്ള നദിയാണ്. അപ്പോൾ എത്ര ആഴത്തിൽ ഈ മണ്ണിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്? 20 മീറ്ററോളം പൊക്കത്തിലെങ്കിലും ഈ മണ്ണ് അവിടെ കൂടിക്കിടപ്പുണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിദഗ്ധരടക്കം പങ്കുവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലാണ് കാര്യങ്ങൾ. ബൈജു, ഇവിടെ നമുക്ക് ആ സ്ഥലത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ കുറെ ദിവസമായി അതിന്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ ബൈജു പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു വലിയ ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യത ഇനിയുമുണ്ട്. അത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടായേക്കാം. സുരക്ഷിതത്വം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണല്ലോ. ഈ കാലാവസ്ഥ രാവിലെ മുതലുള്ളത് ഏത് തരത്തിലാണ് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിരിക്കുന്നത്? അതെങ്ങനെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ പട്ടാളവും മറ്റും? രഞ്ജിത്തെ, പ്രധാനമായും ഇവിടുത്തെ കാലാവസ്ഥ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ചില സമയങ്ങളിൽ വലിയ മഴ, അതായത് ഇവിടെ നിൽക്കാൻ പോലും കുടപിടിച്ചു പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ അതിശക്തമായ മഴ ഇടവിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല ശക്തമായ കാറ്റ് വീശിയടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോഴും തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഏത് സമയത്തും മഴ വരാം എന്ന രീതിയിലുള്ള ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർച്ചയായി ഇത്തരത്തിലുള്ള കാലാവസ്ഥ. വളരെ പ്രതികൂലമായ കാലാവസ്ഥ തന്നെയായിരുന്നു ഇവിടെ. പക്ഷേ രക്ഷാപ്രവർത്തകർക്ക് അതൊന്നും ഒരു
പ്രശ്നമായിരുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും എത്തിയ ഇതുവരെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലത്തുള്ള രഞ്ജിത്തിനെ പോലുള്ള ആൾക്കാർ ഈ പ്രതികൂല കാലാവസ്ഥയിലും അവർ അർജുനായി തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോഴും അവർ ഇവിടെ തന്നെയുണ്ട്. അവരെ അകത്ത് കയറ്റണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഈ കാലാവസ്ഥ, പ്രതികൂല കാലാവസ്ഥ ഒന്നും അവർക്ക് പ്രശ്നമല്ല. അവർ അർജുനായി തെരച്ചിൽ തുടരാൻ തന്നെ തീരുമാനം. അർജുനെയും കൊണ്ടേ അവർ നാട്ടിലേക്ക് മടങ്ങി പോകുമെന്നാണ് രഞ്ജിത്ത്. തുടരുകയാണ് 25 അടിയിലേറെ ശക്തമായ തുടർന്നോളൂ സാങ്കേതിക പ്രശ്നം വന്നോളൂ. തീർച്ചയായും രഞ്ജിത്ത്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഏതായാലും അവർ അർജുനെയും കൊണ്ട് മാത്രമേ ഇവിടെ നിന്നും തിരിച്ചു പോകൂ എന്ന് ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴും അവർ അത് തന്നെയാണ് പറയുന്നത്. അർജുനെ കണ്ടെത്താതെ ഇവിടുന്ന് തിരിച്ചു പോകില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആ രീതിയിലുള്ള പരിശോധന കാര്യക്ഷമമല്ല, ഇപ്പോഴും മന്ദഗതിയിലാണെന്ന പരാതി. നമ്മൾ ആദ്യ ദിനം മുതൽ ഇവിടെ എത്തിയ ഒരു സംഘമാണ് നമ്മൾ. ആ സമയത്ത് 1-2 ചാനലുകൾ മാത്രമായിരുന്നു ഉണ്ടായത്. പിന്നീട് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ വന്ന് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടും വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടും വളരെ വൈകിയാണ് ഓരോ കാര്യങ്ങളും ഓരോ തീരുമാനങ്ങളും ഉണ്ടാകുന്നത്. സൈന്യത്തിന്റെ പോലും തുടക്കത്തിലെ ഇവരുടെ പരിശോധന, ഇത്തരത്തിലുള്ള തിരച്ചിൽ തൃപ്തികരമില്ല എന്ന് കുടുംബം ആവർത്തിച്ച് പറയുമ്പോൾ നമ്മൾ നേരിട്ട് ആ സംഭവ സ്ഥലത്ത് നിന്ന് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ കാണുമ്പോൾ ആ മന്ദഗതി നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും സൈന്യം വരാൻ വളരെ വൈകി. അത് തന്നെയാണ് കാലതാമസം ഉണ്ടായത്. 8 ദിവസമായിട്ടും ഏതെങ്കിലും തരത്തിൽ അർജുന്റെ ലോറിയോ കണ്ടെത്താൻ കഴിയാത്തത് നമുക്കറിയാം. എത്ര വലിയ ദുരന്തങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ വലിയ തരത്തിലുള്ള ഇത്തരത്തിലുള്ള നാട്ടുകാരുടെയും ഇത്തരത്തിലുള്ള വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തും. എത്ര പെട്ടെന്നാണ് ആ ദുരന്ത മുഖത്തിൽ നിന്നും പരമാവധി ആളുകളെ രക്ഷിക്കുക എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അർജുൻ എവിടെയെന്ന് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് 8 നാളായിരിക്കുന്നു. ഇതുവരെ അതിനൊരു ഉത്തരം കണ്ടെത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ഇവിടെ സ്ഥലം സന്ദർശിച്ച് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ്. കോൺഗ്രസിന്റെ MLA മാർ പോലും ഇവിടെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടാണ്